മോദി വരും എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ, ഞാൻ പറയുന്നത് ഇറ്റ്സ് എ പെയ്ഡ് പ്രൊപ്പഗാൻഡ. ഗാന്ധി മരിക്കുന്ന സമയത്ത് റാം റാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ള ശ്രീരാമനുണ്ട്. ഇപ്പുറത്ത് ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുമ്പം വിളിക്കുന്നൊരു ജയ് ശ്രീറാം എന്ന് പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്. ഈ രണ്ട് ശ്രീരാമും വ്യത്യസ്തമാണ് എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ത്യ മുന്നണി ഇനിയും ശക്തിപ്പെട്ടു വരും. ഇടതുപക്ഷം നമുക്കവിടെ ബാബരി മസ്ജിദ് പണിത് തരുമോ? എങ്കിലും UDF ഗവൺമെൻറ് വരും. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, ഞാൻ ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും. കോൺഗ്രസിന് ഒരു ലീഡർഷിപ്പ് വാക്വം ഉണ്ട് എന്ന് തങ്ങൾക്ക് തോന്നുന്നു? കേരളത്തിലോ? അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കോൺഗ്രസ് നമ്മളെ ഒരു മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് അവരവരുടെ കറക്ഷൻസ് ഇലക്ഷന് മുമ്പ് ചെയ്തിരിക്കണം. കാരണം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ എപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മളും ഒരു കപ്പലിൽ ആര് വോട്ടുണ്ടാക്കിയാലും അതിലുള്ള എല്ലാവരും ഒരുമിച്ച് മുങ്ങുമല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കിനിയും സമയമുണ്ട്. ആ സമയത്തിൽ അവരുടെ ഇൻറ്റേർണൽ ഇഷ്യൂസ് തീർക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അവർ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അതിനകത്ത് കയറി നിങ്ങളെങ്ങനെ ചെയ്യണമെന്ന് പറയാനൊന്നും ഞങ്ങളില്ല. പക്ഷേ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് ഞങ്ങളെ കൂടി ബാധിക്കുന്ന ഇഷ്യൂ ആയതുകൊണ്ട് ദേ വിൽ ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് പക്ഷേ കോൺഗ്രസ്സിനകത്ത് കയറിയിട്ട് ഇന്നാളായിരിക്കണം അത് നമുക്ക് ഇൻറ്റേർണൽ ഇഷ്യൂസിൽ നമ്മൾ ഇടപെടാൻ പറ്റില്ല. പക്ഷെ കറക്റ്റ് ചെയ്യണമെന്ന് പറയാൻ മുസ്ലിം ലീഗ് എന്തായാലും തയ്യാറാവും. ലീഗിന് അല്ലെങ്കിൽ MK മുനീർ എന്ന പൊളിറ്റീഷ്യന് ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ, ആരാണ് കോൺഗ്രസിന്റെ ബെസ്റ്റ് ബെറ്റ്? അത് ഞാൻ പറയില്ല. കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനൊരു ഇല്ല. ഞാനത് അല്ല, നമ്മളത് ഒരാളെ സ്പോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ ലീഗിന്റെ റെസ്പോൺസിബിലിറ്റി വെച്ച് പറഞ്ഞല്ലോ, ഈ പ്രതിപക്ഷ സമരങ്ങളിലൊന്നും ലീഗ് വളരെ ശക്തമായിട്ട് കാണാറില്ല. എല്ലാ കോൺഗ്രസിനാണല്ലോ വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ സമരങ്ങളിലൊന്നും ലീഗ് അത്ര ശക്തമല്ല? സമരമൊക്കെ ലീഗിൻ്റെ സമരങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ മെയിനായിട്ടുള്ളത് ഞങ്ങൾ യുവജന പ്രസ്ഥാനങ്ങളാണ് സമരങ്ങൾ ചെയ്യാറുള്ളത്. പണ്ടും അങ്ങനെ തന്നെ. മൂന്ന് വർഷങ്ങളായിരുന്നല്ലോ ഒരു മുസ്ലിം വോട്ട് ബേസ് ആണല്ലോ UDF. ആ വോട്ട് ബേസിൽ ഡിക്ലൈൻ ഇല്ല എന്നാണ് പറയുന്നത്. ഒന്നുമില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ശരിക്കും. നമ്മളിപ്പോൾ പണ്ടും നമ്മുടെ എല്ലാ വോട്ടും എല്ലാം പിന്നെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് UDFനും മറ്റത് മുഴുവൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ്സിലും എല്ലാം ഈ മൈനോറിറ്റീസൊക്കെ ഉണ്ടല്ലോ. കേരള കോൺഗ്രസ്സിലും ഒക്കെ ഉണ്ടല്ലോ. അത് ചില സമയത്ത് വരുന്ന സോഷ്യൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അല്ലാതെ അനുഭവവും മമതയും കാണിക്കുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഇന്ന് താങ്കൾ കൂടെ അറ്റൻഡ് ചെയ്യാനിരുന്ന ചർച്ചയിൽ ഇലക്ഷൻ വരികയാണ്. ലീഗ് മൂന്നാമത്തെ സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ലീഗിന് എന്തുകൊണ്ട് മൂന്നാമത്തെ സീറ്റിന് അർഹതയുണ്ടെന്ന് കോൺഗ്രസും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തരില്ല എന്നാണ് പറയുന്നത്. അതെന്ത് ചർച്ച നടക്കുന്നില്ലല്ലോ.
സീറ്റ് ചർച്ച നടക്കുന്നില്ലല്ലോ. അതും നമ്മളിപ്പോൾ ഇവർ ക്ഷേത്ര പരിപാടിക്ക് പോവോ ഇല്ലയെന്ന് അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത പോലെ ആയിപ്പോവും. അല്ല, 3 സീറ്റ് ലീഗ് മുമ്പും 3 സീറ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ. ലോക്സഭ ഇലക്ഷൻ അങ്ങനെ 3ാമത്തെ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ ലീഗ് ഏത് സീറ്റാണ്? ഇല്ല, അങ്ങനെയൊന്നും നമ്മളത് ഞാൻ ചോദിക്കുന്നത് സാധ്യത കാണുന്ന സീറ്റ് ഏതാണ്? കേരളത്തിലെ 20 സീറ്റുകളേ ഉള്ളൂ. അതിൽ ലീഗാണ് 2 സീറ്റിൽ ഓൾറെഡി മത്സരിക്കുന്നത്. 3ാമതൊരു സീറ്റ് അല്ല, നമുക്ക് അങ്ങനെ ഒരു നമ്മൾ മുൻവിധിയോടുകൂടി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരി ഏത് സീറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് സംസാരിക്കേണ്ട കാര്യമാണ്. അല്ല, ലീഗ് പിന്നെ 3 സീറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിതിൽ 2ാം കക്ഷിയല്ലേ. അല്ല, എന്നാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഇല്ല, ഇന്ന് വീണ്ടും ചർച്ചയുണ്ടല്ലോ. അല്ല, അവരും അവരുടേതായിട്ടുള്ള റീസൺസ് പറയുന്നുണ്ട്. കാരണം ഈ സാധാരണ നമ്മൾ പറയുമല്ലോ, സിറ്റിംഗ് സീറ്റിൽ അവരവർ മത്സരിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും എടുക്കുന്ന തിയറി. അപ്പോൾ അതായിരിക്കും അവർ പറയാം. അല്ല, ഒന്നും നമ്മൾ ഇന്ന സീറ്റെന്നൊന്നും പറഞ്ഞില്ല. സീറ്റിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് 3 സീറ്റ് വേണം എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നല്ലോ. അതായത് ഞങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ആവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിൽക്കുമല്ലോ. ആവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ല, അത് എന്താണെന്നുള്ള അവർ തീരുമാനിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കേരള പൊളിറ്റിക്സ് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സ്. അത് ഞാൻ ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല പറയുന്നത്, മൈനോറിറ്റീസ് സംഘടിച്ച് ബാർഗെയിൻ ചെയ്യുന്നു. ഈവൻ സംഘപരിവാരം റേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. മെജോറിറ്റിക്ക് പലതും കിട്ടാതെ ഒന്ന് മൈനോറിറ്റീസ് ബാർഗെയിൻ ചെയ്യും. അതിനിവരെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം 5ാം മന്ത്രിസ്ഥാനമാണ്. 5ാം മന്ത്രി 3ാം സീറ്റിനുള്ള ഡിമാൻഡ്. മൈനോറിറ്റീസ് അങ്ങനെ ഒരു ബാർഗെയിനിങ് എന്താണ് അത് എനിക്ക് പിടിയിട്ടത്തില്ല. മൈനോറിറ്റി അല്ലല്ലോ, ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനല്ലേ. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് 5ാം മന്ത്രി എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഞങ്ങൾക്ക് 4 മന്ത്രിയും ഒരു ചീഫ് വിപ്പും ഉണ്ടായിരുന്നു. ചീഫ് വിപ്പ് എന്ന് പറയുന്ന പോസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. അത് പാർലമെൻ്ററി അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറി. മിനിസ്ട്രി തന്നെ MM ഹസൻ വന്ന സമയത്ത്. അപ്പോൾ ഈ 5 പൊസിഷൻ ഉണ്ടല്ലോ ഓൾറെഡി. അതിൽ പിന്നെ നമ്മളെന്താണ് ഒരു എക്സ്ട്രാ ചോദിച്ചു എന്ന് പറയുന്നത്? നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതായത് മൈനോറിറ്റീസ് എന്ന് ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ ഇപ്പോൾ 3ാം സ്ഥാനവും ഞങ്ങൾ പലപ്പോഴും വാങ്ങാറുണ്ട്. വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ പിന്നീട് അത് കോൺഗ്രസിന് നമ്മൾ തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ചർച്ചയിൽ ഞങ്ങൾക്ക് 3 സീറ്റ് തരാറുണ്ട്. അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല. ആന്റണിയാണ് പറഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അർഹമില്ലാത്ത
പലതും വാങ്ങുന്നു. അത് ആരെ ശരിയാണോ? അത് പക്ഷേ പുള്ളി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇത് ചില ആൾക്കാരെ അതെന്നെ പറ്റിയാണ്, എന്നെ തന്നെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെ പറ്റിയേ അല്ല. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ പറയാവുന്ന കോവിഡ് വന്നു, പ്രളയം വന്നു, ഈ ഇഷ്യൂസ് ഒക്കെ ഒരു ഗവൺമെൻറ്റിന് അപ്പർ ഹാൻഡ് കൊടുക്കും. അത് അവർക്ക് ഒരു അനുകൂല ഘടകമായി മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീടാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം ബിസിനസ്സായിരുന്നു. കിറ്റ് മറ്റേ ഇതുണ്ടല്ലോ, PPE കിറ്റും അതുപോലെ തന്നെ മാസ്കും മറ്റതും വാങ്ങിയതിലൊക്കെ അത് നിയമസഭയിൽ കൊണ്ടുവന്നത് ഞാനാണ്. അതിൽ ഉദ്യോഗസ്ഥരിന് എഴുതിയിട്ടുണ്ട് ദിസ് പുവർ ക്വാളിറ്റി സാധനങ്ങളാണ്, റിജക്റ്റഡ് എന്നാണ്. പക്ഷെ അതെല്ലാം അവർ വാങ്ങി. പക്ഷേ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നത് പിന്നീട്. അത് നിങ്ങൾ നോക്കൂ, കോടതികൾ വിവിധ വിഷയങ്ങളിൽ കോടതികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താ? ഈ ആൻറ്റി ഗവൺമെൻറ്റാണ്. കോടതിക്ക് പോലും ബോധ്യമായ കാര്യങ്ങളാണ് പലതും. ഈ PPE കിറ്റിൻ്റെ കാര്യത്തിലായാലും. പിന്നെ ഇവരുടെ ഈ ജനസദസ്സുകൾ ഇവർ സംഘടിപ്പിച്ചു. ഈ ജനസദസ്സുകൾ അതിനുവേണ്ടി കുട്ടികളെ കമ്പൽസറി ആയിട്ട് റോട്ടിൽ കൊണ്ടു നിർത്താൻ ശ്രമിച്ചു. കോടതി ഇടപെട്ടില്ലേ? എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നിർബന്ധമായും പ്രസിഡൻറ്റ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ സെക്രട്ടറിക്ക് റിലീസ് ചെയ്യാമെന്ന് പറയുന്ന ഓർഡർ. ഒരു ശരിക്കുള്ള ഇതിൻ്റെ വ്യവസ്ഥിതിയിൽ പറയുന്ന, ആക്റ്റിൽ പറയുന്നത് ഏത് റിലീസസും തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയാണ്. കോടതി അതുകൊണ്ട് പറഞ്ഞു സെക്രട്ടറിക്ക് അതിനുള്ള അധികാരമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിലും ഏകപക്ഷീയമായി, അന്ന് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എല്ലാവരും 50,000 റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് മിനിസ്റ്ററുടെ കത്ത് JRകൾക്ക് പോയി. ഇപ്പോൾ പറഞ്ഞ എല്ലാം ഏറ്റവും വാലിഡായ കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ സീരിയസ് ആയ സ്പ്രിംഗ്ലർ വിവാദം, ഗോൾഡ് സ്മഗ്ലിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഗവൺമെന്റ് നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ല. ഗവൺമെന്റ് സുഖമായി തിരിച്ചു വന്നു 99 സീറ്റ് നേടിയിട്ട്. എന്നിട്ടാണോ ഇത്രയും വിവാദങ്ങളൊക്കെ ആ വിവാദങ്ങളുടെ സമയത്ത് പോലും തിരിച്ചു വരാൻ പറ്റാത്ത UDFന് ഇനി തിരിച്ചു വരാൻ പറ്റുമെന്ന്? അതല്ല ഞാൻ പറയുന്നത്, അന്ന് ഇതെല്ലാം റേസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. പക്ഷേ ഓരോന്നിനും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വന്നിട്ടുള്ളത് ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ്. അപ്പം ജനങ്ങളുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. പക്ഷേ ഓരോന്നിൻ്റെയും എവിഡൻസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും മാസപ്പടി വിഷയം തന്നെ, മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് KCDC ആണ് ചോദ്യം ചെയ്യുന്നത്. അത് മാത്രമാണോ കാരണം? എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല സ്ട്രോങ് ക്യാപ്റ്റൻ വേണമെന്നാണ്. സ്ട്രോങ് ക്യാപ്റ്റൻ വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ടു. മറുവശത്ത് നമുക്കൊരു ക്യാപ്റ്റൻ ഇല്ലായ്മയും ഇല്ലായിരുന്നു. അതായത് രമേശ് ചെന്നിത്തല വേഴ്സസ് പിണറായി വിജയൻ എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്നൊരു ഓപ്ഷനിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ ഒരു ആളെ വ്യക്തിയെ നോക്കിക്കൊണ്ട് പിന്നെ വോട്ടുകൾ നമ്മൾ ഓരോ ഇപ്പം പല കാൻഡിഡേറ്റും പല സ്ഥലത്തുമുണ്ട്. ഒരു കാൻഡിഡേറ്റിന് തിരഞ്ഞെടുക്കുമ്പം ഇത് പിണറായി വിജയന് വേണ്ടിയുള്ള വോട്ടാണെന്ന രീതിയിൽ ഒരു പ്രാദേശിക സ്ഥലത്ത് ഒരു വോട്ടിംഗ് വരില്ല. അപ്പം ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോക്കസിങ് ഓൺ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും ഒരാളെ കാണിച്ചിട്ട് വേറൊരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ലേ?
CIC ലീഗും തമ്മിലുള്ള പ്രശ്നത്തില് ഏതാ CIC ലീഗ് പ്രശ്നമുണ്ടല്ലോ, ആ സമസ്തയുമായിട്ടുള്ള പ്രശ്നം, സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം, വാസ്തവത്തിൽ എന്താണ് പ്രശ്നം, എന്താണ് അതിന് ബേസിക്കലി എനിക്കും അറിയില്ല. കാരണം അത് മതസംഘടനകൾ തമ്മിലുള്ള വിഷയമാണ്. മുസ്ലിം ലീഗ് മതസംഘടനകളിലല്ലേ? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? പക്ഷെ നമ്മുടെ ചിലരുടെയൊക്കെ പ്രസ്താവനയാണ് അതിനൊന്ന് വഷളാക്കിയെന്ന് തോന്നുന്നു. ഏതെ ഈ ലീഗൽ സമസ്യ എന്നുള്ള ഇഷ്യൂ ഇങ്ങനെ നിൽക്കുമ്പോഴും ചില പ്രസ്താവനകൾ തങ്ങളിലെതിരായിട്ട് വന്ന നമ്മുടെ പ്രസ്താവന അല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു അതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മൾക്കറിയാലോ, ആരെങ്കിലും ഒരു സംഘടനയിൽ ഏതെങ്കിലും ഒരാൾ നടത്തുന്ന പ്രസ്താവന അത് ആ പ്രസ്ഥാനത്തിന് മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന പ്രശ്നമില്ല. അല്ലാതെ ടോപ്പ് ആളുകൾ തമ്മിലൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. കാരണം അതിൽ ഞങ്ങളും എടുത്ത നിലപാട് തന്നെയാണ്. ഒരു മതസംഘടനയെ ഒരു ഭരണകൂടം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിലേക്ക് അവരെ വിളിച്ചിട്ടില്ലല്ലോ. അവരെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി ആരാവട്ടെ, അദ്ദേഹം വിളിച്ചാൽ അവർക്ക് പോകേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിയെ കാണേണ്ടി വരുമല്ലോ. അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുന്നിൽ കൊടുക്കേണ്ട റെപ്രസെൻറ്റേഷൻ അവിടെ പോയിട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അതിനൊന്നും ലീഗ് വളരെ സങ്കുചിതമായിട്ടൊന്നും കാണുന്നില്ല. പിണറായി വിജയനും സമസ്തയും തമ്മിൽ ഉണ്ടാകുന്ന ലീഗിന് തയ്യാറൊന്നുമില്ല. ഇക്വേഷൻ അല്ലേ ഞാൻ പറയുന്നത്. ആസ് എ ചീഫ് മിനിസ്റ്ററാണല്ലോ അദ്ദേഹം വിളിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എൻ ഇക്വേഷൻ. അത് ഭരണാധികാരിയും അവിടുത്തെ ഒരു പ്രസ്ഥാനവും തമ്മിലുള്ള, പിന്നെ അവരുടെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ളത് മാത്രമേ. ഞങ്ങൾ അവരെ വിളിച്ചതിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ചത് ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ നിയമസഭ പാസ്സാക്കിയൊരു സാധനമാണല്ലോ ബില്ല് അല്ലേ. ആ ബില്ലിൻ്റെ ചർച്ചയിലുടനീളം സംസാരിച്ച ഒരു സംഘടനയും ഇത് PSCക്ക് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമെൻമെൻറ്റ് കൊണ്ടുവന്ന സംഘടന അതിൻ്റെ മറുപടി പ്രസംഗത്തിലെന്ന് കുഞ്ഞാലിക്കുട്ടി വളരെ കൃത്യമായി എല്ലാം സംസാരിച്ചിരിക്കുന്നൊരു സംഘടനയെ കംപ്ലീറ്റ് വിസ്മരിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ റേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അവരെ കൂടെ വിളിക്കണമെന്നില്ല, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ എന്താ സംഭവം, ഞങ്ങളത് പിൻവലിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം അദ്ദേഹമാണ് ശരിക്കും പൊളിറ്റിക്കലി ഇതിനെ, പിണറായി വിജയൻ അതിന് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവർ വിളിക്കുമ്പോൾ ഇവർക്ക് പോകാതിരിക്കാനും പറ്റില്ല. എനിക്കൊന്ന് പൊളിറ്റിക്കൽ കേരളത്തിൽ കാണുന്നത് താങ്കളെ വിശദീകരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടല്ല. അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയ സ്ട്രാറ്റജി ഉണ്ട്. CPM കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടെങ്കിലും മൈനോറിറ്റീസിനെ മൂവ് ചെയ്യുന്നത്, മൈനോറിറ്റീസിനെ ആകർഷിക്കുന്നത്. ലീഗിലൂടെ അല്ലാതെ എങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആകർഷിക്കാമെന്ന് CPM നന്നായി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് CPMന് ലീഗ് വേണ്ടാതെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ വരും എന്ന്. അത് EMSൻ്റെ കാലത്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ടൊരു സാധനമാണ്. EMS എന്ന ലീഗിന് പുരോഗതി പോരാന്നൊക്കെ പറഞ്ഞാൽ EMSനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു പ്രോഗ്രസീവ് ലീഗ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു എടശ്ശേരി മൗലവി മറ്റായിരുന്നു, അദ്ദേഹത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആക്കി, ഇമ്പിച്ചി ബാവയൊക്കെ വെച്ചിട്ട് ഭയങ്കര മൂവ്മെൻ്റായിരുന്നു. അപ്പോൾ ലീഗുള്ള സ്ഥലത്തൊക്കെ സംഘടന ഉണ്ടാക്കി. പക്ഷേ അവസാനം EMS 67 ആയപ്പം ലീഗിനെ തന്നെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ പ്രോഗ്രസീവ് ലീഗുകാർ പോയി ചോദിച്ചു, ഞങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പിരിച്ചുവിട്ടേക്കുന്നു. ഇവർ യൂസ് ആൻഡ് ത്രോ ആണ്. നിങ്ങൾക്കിപ്പം നിങ്ങൾ ആവശ്യമുണ്ടോ, അതിൽ യൂസ് ചെയ്യും. അതാണ് ലീഗിനെ അന്ന് ലീഗിനെ മാറ്റി സമസ്തയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അട്ടിപ്പേറ അവകാശമില്ല.
ഇപ്പോൾ പറയുന്ന പലസ്തീൻ്റെയിലും മറ്റും ലീഗ് വാങ്ങും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ലോ. ഇറ്റ്സ് എന്താണ് ഒരു പ്രാഗ്മാറ്റിക് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സാധനം. ശരിക്കും പട്ടികവർഗ ലീഗ് തന്നെയാണ്. ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരിക്കലും സമുദായത്തിൻ്റെ മൊത്തം ചില്ലറയായിട്ടുള്ള എല്ലാ കാര്യവും ഞങ്ങളാ ചെയ്ത്. മാത്രമല്ല സമുദായത്തിൻ്റെ മാത്രം വിഷയമല്ലല്ലോ. ഞങ്ങൾ ഭരണകർത്താക്കളായിരുന്ന സമയത്ത് സമുദായത്തിൻ്റെ കാര്യമാണോ ചെയ്യുന്നത്? ഞാൻ പൊതുമരാമത്ത് മന്ത്രി, നമുക്ക് സമുദായത്തിൻ്റെ കാര്യമാണോ പൊതുമരാമത്ത്? ശരി, ഒരു മുസ്ലിം റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. നമുക്ക് എല്ലാവരും സഞ്ചരിക്കുന്ന റോഡാണ് ഉണ്ടാക്കിയത്. ശബരിമലയിലേക്കുള്ള റോഡ് ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഈ CPM വെറൈറ്റീവിനെ പൊളിച്ചെഴുതാനുള്ള ഒരു ശ്രമമൊന്നും UDF-ന്റെയും ലീഗിന്റെ ഭാഗത്തുനിന്നില്ല. ആരെ? CPM ഒരു കപട ന്യൂനപക്ഷ പ്രേമം കാണിക്കുന്നുണ്ട്. അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അത് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നോക്കും മൈനോറിറ്റീസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ. പിന്നെ ഇപ്പം ലീഗ് മലപ്പുറത്താണല്ലോ ഏറ്റവും കൂടുതൽ. അവിടെ ഞങ്ങളുടെ ബേസൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ ഒരു വോട്ട് ഷെയർ പല ലീഗിന്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ തന്നെ അത് വേറെയും പല റീസൺസാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടുള്ള റീസൺസ് ഒന്നുമല്ല. പല സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്നും നടക്കുന്നില്ല. സേഫാ. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ നമുക്ക് അത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമാവും. താങ്കളിലേക്ക് വന്നു കഴിഞ്ഞു. താങ്കളുടെ ഒരു 10 കൊല്ലം മുന്നേ ലീഗിനകത്ത് ഒരു മിതവാദി അല്ലെങ്കിൽ ഏറ്റവും പ്രോഗ്രസീവ് ഫേസ് ആണ്. ഇപ്പൊ പക്ഷേ എനിക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും താങ്കൾ കുറച്ചൊരു എക്സ്ട്രീം ഫേസ് ആയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. എന്താണ് അതിന്? എന്താണ് എൻ്റെ എക്സ്ട്രീമിസം? താങ്കളുടെ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന പ്രോഗ്രസീവായ ഒരു നേതാവാണ്, ഒരു മന്ത്രിയായിരുന്നു. താങ്കളുടെ അടുത്തിടയ്ക്കുള്ള പല സ്റ്റേറ്റ്മെന്റ് ജെൻഡർ യൂണിഫോം ആകാം അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ആകാം, ഈ വിഷയത്തിലൊക്കെ കുറച്ചൊരു കാർക്കശ്യം കാണിക്കുകയും ഇതാണ് മുസ്ലിം സമുദായത്തിന് അഭികാമ്യമായ നിലപാട് എന്ന് വരുത്തി തീർക്കാൻ. അല്ല, ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യമല്ല. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഞാൻ ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് കാരണം അന്ന് ഞാൻ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററായിട്ട് ഡൽഹി ചെന്നപ്പോഴാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുള്ള മറുപടി ദർ ഇസ് നോ ട്രാൻസ്ജെൻഡർ. അപ്പോൾ അവർ എന്നെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഞങ്ങളൊരു സെൻസസ് എടുത്തു. സ്നോബോൾ ടെക്നിക് എന്നാണ് ഇതിന് പറയുക. ഞങ്ങൾ 2 ട്രാൻസ്ജെൻഡറെ കണ്ടുപിടിച്ചു. അവരിലൂടെ 4 പേര് 8 പേരെ. അപ്പം ഇങ്ങനെ ഒരു സ്നോ ഇങ്ങനെ പോകുമ്പോൾ വലുതായി വരുന്ന പോലെ 25,000 ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ പഠിക്കാനൊന്നും പറ്റാഞ്ഞിട്ട് അയൽ സംസ്ഥാനങ്ങളുടെ. അങ്ങനെയാണ് ഞങ്ങൾ ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അതിന് അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ബാത്റൂമുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസുണ്ട്. അപ്പോൾ പിന്നെ ക്യാബിനറ്റിൽ കൊണ്ടുവന്നു, ക്യാബിനറ്റിൽ നിന്ന് പാസ്സാക്കി നിയമസഭയിൽ ഞാൻ പോളിസി അവതരിപ്പിച്ചു. അവർക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വരെ തീരുമാനിച്ചു. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ അതല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോമോസെക്ഷാലിറ്റിയുടെ ഇഷ്യൂവിൽ കുറേയധികം പ്രോബ്ലംസ്, ഒരു മെഡിക്കൽ പേഴ്സൺ എന്നുള്ള നിലക്കുള്ള പ്രോബ്ലംസാണ് ഞാൻ. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞ ബിന്ദു പറഞ്ഞ ഹെട്രോനോർമേറ്റീവാണല്ലോ, ഹെട്രോനോർമേറ്റീവിനെ മറികടക്കണം എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞാനതിൽ എടുത്തൊരു നിലപാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു
എന്നുള്ളത് പരിശോധിച്ചപ്പോഴാണ് ഈ ഹോമോസെക്ഷാലിറ്റി കാരണം ധാരാളം സോഷ്യൽ ഇഷ്യൂസ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ്, UK-ലും അവിടെയൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൈഡ് പരേഡൊക്കെ നടത്തും. ആ ഗേയ്സ് മുഴുവൻ ഇറങ്ങിയിട്ട്, ലെസ്ബിയൻസ് മുഴുവൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഗേയ്സിൽ ഒന്നാമത് നമുക്കറിയാം, ഞാൻ എൻ്റെ ഫൈനൽ എക്സാം എഴുതുന്ന സമയത്താണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ്. അത് അങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, കാരണം ടെക്സ്റ്റ് ബുക്കിലില്ല. പിന്നെ അതിൻ്റെ കൂടെ 2 സെൻറ്റൻസ് നമ്മൾ എഴുതാറുള്ളത്, ഒന്ന് ഇത് ഏറ്റവും കൂടുതലെന്ന് കണ്ടിരുന്നത് ഫ്രീ സെക്സിലാണ്, വിത്തൗട്ട് ഈ പറയുന്ന പ്രിക്കോഷൻസ് ഇല്ലാത്ത സെക്സ്. 2 ഇത് ഹോമോസെക്ഷാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അപ്പോൾ അത് അന്ന് വ്യാപകമായി ലോകത്ത് ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഇത് നോക്കിയപ്പോൾ ആ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഹെറ്ററോനോർമേറ്റീവ് അല്ല, ഈ പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ പ്രശ്നം. അവിടെ ഒരു ജനറേഷൻ അവിടെ സ്റ്റോപ്പാവുന്നു. ഇപ്പം ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റും ഒരു ജനറേഷൻ സ്റ്റോപ്പ് വരുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ഗേയ്സ് പിന്നീട് ഈ പുറം ലോകത്ത് ഞങ്ങൾക്ക് പ്രായം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ പാടില്ല, അതുപോലെ തന്നെ കൺസെൻ്റ് എന്ന് പറയുന്നത് പാടില്ല എന്ന് പറയുന്ന ഒരു പുതിയ തിയറി ഉണ്ടാക്കി അവിടെ ബോയ്സ് ലവേഴ്സ് അസോസിയേഷൻ, പിഡോഫിലിക് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന കുറേ പ്രസ്ഥാനങ്ങളുണ്ടായി. ആ പ്രസ്ഥാനങ്ങളിൽ അവരുടെ മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് ഹാവ് റിലേഷൻ വിത്ത് ചിൽഡ്രൻ ഓൾസോ വിത്തൗട്ട് ഏജ് ബാർ ആൻഡ് വിത്തൗട്ട് കൺസെൻറ്റും പാടില്ല. ഗേയ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിനു വേണ്ടി ശക്തമായി അവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്കിവിടെ ഒരു ഗേ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വന്ന് അത് ഇതിലേക്ക്, കാരണം ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ തന്നെയാണ് ഇവിടെയും പ്രൈഡ് പരേഡ് നടന്നു, കോഴിക്കോട് നടന്നു പ്രൈഡ് പരേഡ്. ഇപ്പം ലോകത്ത് നടക്കുന്ന കംപ്ലീറ്റ് ഈ പ്രൈഡ് പരേഡിന് മുഴുവൻ സ്പോൺസർ ചെയ്യുന്നത് മുഴുവൻ കോർപ്പറേറ്റ് കമ്പനികളാണ്. അവിടുത്തെ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ വാൾമാർട്ട്, ഇങ്ങനെയുള്ള കമ്പനികളാണ് ഈ പ്രൈഡ് പരേഡ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഞാനാണ് ഇവിടെ ശരിക്കും പോക്സോ നിയമം കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ പോക്സോ സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നത് അന്ന് നീല ഗംഗാധരനായിരുന്നു ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനായിട്ട്. അപ്പം ഞാൻ ആ പോക്സോയിൽ എന്താണ്, ഈ ഇതുപോലെയുള്ള പീഡോഫിലിക് ആയിട്ടുള്ള ആളുകളെ ഇത്ര വർഷം വരെ തടവിലിടാമെന്നൊക്കെ പറയുന്ന നിയമമാണത്. അപ്പം ഞാനിവിടെ വെച്ച് ചോദിച്ചത്, ശരിക്കും ഈ ഹോമോസെക്ഷാലിറ്റി ഇവിടെ വന്ന് അത് ഈ പീഡോഫിലിക്കിലേക്ക് വന്നാൽ പിന്നെ ഈ പോക്സോ എന്ന് പറയുന്ന നിയമം എന്ത് ചെയ്യും? ഇത് ചോദിച്ചതിന് എല്ലാവരും അന്ന് പത്രങ്ങൾ എഴുതിയത്, പോക്സോ എന്തിന് MK മുനീർ, ഇത് മറ്റേ പോപ്പ് വന്ന പോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ളത് എങ്കിലും ഹിസ്റ്റോറിക്കലി ആയിട്ട് ഒന്ന് നോക്കണ്ടേ കറക്ഷൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രശ്നം മാത്രമാണ് ഞാൻ റേസ് ചെയ്തത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇനിയും നിലകൊള്ളണമെന്ന് ഞാൻ ഇവിടെ ആദ്യമായി SM സ്ട്രീറ്റിൽ ശരിക്കും ഷീറ്റ് അല്ല 2 ഇതുണ്ടല്ലോ, പിന്നെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് 2 ബാത്റൂം ഉണ്ടാവും. മെയിലിലേക്ക് ഇവർ കയറി കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാകും. സ്ത്രീകളിലേക്കും ട്രാൻസ്ജെൻഡേഴ്സിന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവർ യൂറിൻ പാസ് ചെയ്യാതെ ഇവർക്ക് പല ഇൻഫെക്ഷൻസ്. അതിനുവേണ്ടി ആദ്യം SM സ്ട്രീറ്റിൽ T എന്ന് പറയുന്ന ഒരു ബാത്റൂം ഉണ്ടാക്കിയ ആളാണ് ഞാൻ.
ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി. മാത്രമല്ല ഇനി ഈ ഇവരുടെ ജോലി പ്രവേശനം, ഇവരെ പലപ്പോഴും പോലീസ് പിന്നെ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ പിടിച്ച് ജയിലിടുകയായിരുന്നു. അതെല്ലാം നമ്മൾ മാറ്റി അവർക്ക് ജോലി കിട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആ പുരോഗമനപരമായ കാര്യത്തിലൊന്നും ഞാൻ ഇതില്ല. പക്ഷെ അതേസമയം സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് സൂക്ഷ്മത വേണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഈ ലോകം മുഴുവൻ ഹോമോസെക്ഷുവാലിറ്റി അക്സെപ്റ്റ് അതൊരു റിയാലിറ്റി ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് താങ്കൾ ഈ പറഞ്ഞ അതിന്റെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അതിന്റെ ഇല്ലീഗൽ ആസ്പെക്ട് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ഹോമോസെക്ഷുവാലിറ്റി ആസ് കേരള സൊസൈറ്റിയിലൊരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അല്ല, കേരള സൊസൈറ്റിയിലെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അതിനെതിരെ നിൽക്കുന്നത്? ഇപ്പോഴും സുപ്രീം കോടതി പിന്നെ എന്തുകൊണ്ട് അതിനനുകൂലമായൊരു വിധി ഇന്ത്യയിൽ കൊടുത്തില്ല? അപ്പം അവരും പിന്നെ പിന്തിരിപ്പന്മാരാണെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇഷ്യൂസ് ഒന്നും ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിലില്ലല്ലോ. വളരെ ഇന്നോക്കോസ് ആയിട്ടുള്ള സംഭവമാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കാര്യമല്ല. അതിനാകെ പിണറായി വിജയനോട് സാഹചര്യം അതല്ല, അതിൽ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, അതിൽ ഞാൻ സ്ത്രീപക്ഷത്ത് നിന്നാണ് സംസാരിച്ചത്. ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ ഓൾവേസ് വി ആർ ബോതേർഡ് അബൌട്ട് ദി അതർ ജെൻഡർ. പുരുഷനോട് ഒരിക്കലും കൽപ്പിക്കാറില്ല നീ ഇന്ന മാതിരി വസ്ത്രമിട്ട് വരണം. പക്ഷെ സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളോട് നിങ്ങൾ എല്ലാം പാൻറ്റിട്. പാൻറ്റ് ഇടുന്നതിനെതിരെ ഞാൻ പാൻറ്റിനെതിരല്ല. പാൻറ്റ് ഇപ്പം പിന്നെ പല സ്കൂൾസിൽ യൂണിഫോം പാൻറ്റാണ്. പക്ഷെ നമ്മളവരുടെ കൺസേൺ വേണമല്ലോ. അപ്പോൾ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അത് ഇറ്റ്സ് എ കളർ കോഡാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ചുരിദാറാണെങ്കിൽ ചുരിദാർ ഇട്ടോട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർ ചിലർ മുണ്ടെടുത്ത് വരുന്നുണ്ട്, ചിലർ പാൻറ്റിട്ട് വരുന്നുണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ വൈ ഇൻസിസ്റ്റിംഗ് ഓൺലി ഓൺ എപ്പോഴും നമ്മൾ ഈ സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ചേ ഡിസ്കസ് ചെയ്യും. പുരുഷൻ എന്ന് പറയുന്നൊരു സാധനത്തിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ കൺസേൺ മുഴുവൻ സ്ത്രീ എങ്ങനെ നടക്കണം, അവൾ എന്തിടണം, അവൾ ഏത് രീതിയിൽ പിന്നെ പുറത്തു പോകണം. അവൾക്ക് ജീൻസാണ് കംഫർട്ടബിൾ, ജീൻസ് ഇടാൻ. ടീഷർട്ടാണെങ്കിൽ ടീഷർട്ട്. ഞാൻ പറയുന്നത് ദേ ഷുഡ് ബി കംഫർട്ടബിൾ. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. അതായത് എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ പിണറായി വിജയൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല? സ്ത്രീ പെൺകുട്ടികളുടെ സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം പോലും വാങ്ങണ്ട എന്നുള്ള രീതിയിലേക്ക് ചില മതസംഘടനകളുടെ തീരുമാനം. ഇല്ല, അത് ഞാൻ അവരുടെ സംഘടനയുടെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. രാമചന്ദ്രൻ്റെ വിഷയത്തിൽ അത് ഈ ഡിസംബർ 6 എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതേതരവാസികളെ മുഴുവൻ വേദനിപ്പിച്ചൊരു സംഭവമാണല്ലോ അത്. രാമക്ഷേത്രം പണിയുന്നതിൻ്റെ മുന്നോടിയായി ബാബരി മസ്ജിദ് തകർക്കുക എന്നുള്ള കർസേവകരടക്കം അന്ന് ചെയ്തിട്ടുള്ളതിനെ അന്ന് ഇന്ത്യയിൽ മുഴുവൻ മതേതര ചേരിയും ഒരേപോലെ അപലപിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം ഇത് കോടതിയിൽ കേസായി വന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായം എടുത്തിട്ടുള്ള ഒരു നിലപാട് കോടതി വിധിയെ മാനിക്കും എന്നുള്ളത് തന്നെയാണ്. കോടതി വിധിയെ ധിക്കരിക്കുന്ന ഒരു മുസ്ലിം സംഘടനകളും എവിടെയും പറഞ്ഞിട്ടില്ല.
അപ്പോൾ കോടതി വിധിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കോടതി വിധിയിൽ വന്നിട്ടുള്ള ഒരു പരാമർശം ആ ദിവസത്തെ അത് തകർത്തതിനെ അപലപിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയത്. പക്ഷെ അതിന് ശേഷം കോടതി അത് ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനും മുസ്ലിം സമുദായത്തിന് വേണ്ടി മറ്റൊരു സ്ഥലം അനുവദിക്കാനും അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പള്ളി പണിയാമെന്നും പറഞ്ഞുകൊണ്ടുള്ള വിധിയാണ് വന്നത്. ആ വിധി വന്ന സമയത്തും ആ വിധി ദുഃഖകരമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിധിയെ ഒരു മുസ്ലിം സംഘടനകളും എതിർത്തിട്ടില്ല. മാത്രമല്ല അന്നത്തെ ഈ കേസിന് പോയിട്ടുള്ളവർ ആ സ്ഥലം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് ഇപ്പം സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ഒരു ക്ഷേത്രം ഉയരുന്നുണ്ട്. ക്ഷേത്രം ശ്രീരാമനുമായി ബന്ധപ്പെട്ട ക്ഷേത്രം എന്നുള്ള രീതിയിൽ ശ്രീരാമൻ എന്ന് പറയുന്ന എല്ലാ ബഹുഭൂരിഭാഗം വരുന്ന ഒരു സമുദായത്തിലെ ഒരു വലിയ വിഭാഗം ആരാധിക്കുന്ന അവരുടെ ഒരു സങ്കല്പത്തിലെ ദൈവം എന്ന് വിശ്വസിക്കുന്ന ശ്രീരാമൻ എന്ന് പറയുന്നത് കേവലം RSSൻ്റെയോ BJPയുടെയോ മാത്രം ഒരു ആരാധനാമൂർത്തിയായിട്ടല്ല ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാട് ഇന്ത്യയിലെ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നില്ല. കാരണം കോടതി വിധിയെ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും അംഗീകരിച്ച സാഹചര്യത്തിൽ നമുക്കതൊരു വിധിയാണ്, നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിധിയാണ്. ആ വിധിയെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഉത്തരമാണ്. എന്താണ് അതിൽ ഞങ്ങൾ ചെയ്യേണ്ടത്? അവിടെ വീണ്ടും നമ്മൾ ഒരു ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇന്ത്യയിൽ? ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥിതിയുടെ ഭാഗമായി അവിടെ ഒരു ക്ഷേത്രം പണിയാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അവിടെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാട് അതാണ്. സാദിഖ് അലി തങ്ങൾക്കെതിരെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വിച്ഛേദിച്ചിട്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ തൊട്ട് മുമ്പ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. അന്ന് ആ ആക്ട് വരുന്ന സമയത്ത് നിലവിൽ നിൽക്കുന്ന കേസിന് അത് ബാധകമല്ല എന്ന് പറയുന്ന ഒരു ക്ലോസും ഉണ്ട്. അതുകൊണ്ടത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു വിഷയം അന്ന് കോടതി വിഷയമായതുകൊണ്ട് തന്നെ, കാരണം ഇതിൻ്റെ കമൻസ്മെൻറ്റ് ഇത് 91-ലാണല്ലോ വരുന്നത്. കമൻസ്മെൻറ്റിന് മുന്നേ നടക്കുന്ന കേസ് എന്നുള്ള രീതിയിൽ അതിനെ അവർ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലും ഈ RSS അല്ലെങ്കിൽ സംഘ് പരിവാർ പുതിയ പുതിയ ന്യായങ്ങളുമായിട്ട് വരികയാണ്. താജ്മഹൽ തേജ് മഹാലായി ക്ഷേത്രമാണെന്ന് പറയുന്നു. ജ്ഞാൻവാപി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു ജഡ്ജ് ഒരു വിധിയും കൊടുത്തിട്ട് പോവുക. അത് വീണ്ടും പിന്നെ മേൽക്കോടതികളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണല്ലോ മുസ്ലിം ലീഗ്. മനാത്ത് വാലയൊക്കെയുള്ള സമയത്താണല്ലോ
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിലും തർക്കങ്ങൾ വരാം. അത് സിനഗോഗിൽ വരാം, ക്ഷേത്രത്തിൽ വരാം, ചർച്ചിൽ വരാം, അതൊക്കെ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മാത്രമല്ല ഇനിയൊരു ഇതുപോലെ ഏതെങ്കിലും കയ്യേറ്റങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 ശേഷം ഉള്ള സ്റ്റാറ്റസ് കോ നിലനിൽക്കണം എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ വേറെ ആരെങ്കിലും അതിൽ കയറി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു നിയമം നമ്മുടെ മുന്നിലുണ്ട്. ആ നിയമം നിലനിൽക്കെ ഇനിയുള്ള വിഷയങ്ങളിൽ ഈ പറയുന്ന നിയമം പ്ലേസ് ഓഫ് വർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ 1991 ഉണ്ടാക്കിയിട്ടുള്ള നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി പുതിയ തർക്കങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. എന്നാൽ മറ്റ് വിഷയത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നിലപാട് അന്ന് ക്ഷണം കിട്ടിയാലും പോകരുത് എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒന്നായി. അപ്പം 2 ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി മരിക്കുന്ന സമയത്ത് റാം റാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ള ശ്രീരാമനുണ്ട്. ഇപ്പുറത്ത് ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുമ്പം വിളിക്കുന്നൊരു ജയ് ശ്രീറാം എന്ന് പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്. ഈ 2 ശ്രീരാമും വ്യത്യസ്തമാണ് എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഒന്ന് ശരിക്കും മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമൻ എന്ന് പറയുന്ന ഗാന്ധിയുടെ രാമനും ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഉഗ്രമൂർത്തിയായി നിൽക്കുന്ന ഒരു സംഹാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പുതിയ രാമൻ RSS ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അതിൽ ഗാന്ധിയും അതുപോലെ മര്യാദ പുരുഷോത്തമനായി പിന്നെ എല്ലാ വിശ്വാസികളും കാണുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ശ്രീരാമനെ പിന്നെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് എതിരല്ല മുസ്ലിം ലീഗ്. അതേസമയം മോദി ഉയർത്തിപ്പിടിക്കുന്ന ഏത് കൊലപാതകത്തിനും ഏത് കൂട്ടക്കൊലയ്ക്കും ഉപയോഗിക്കുന്ന ഒരു പയ്യൻ വേറൊരു മതത്തിൽ പെരുന്ന ഒരു പയ്യൻ്റെ നെറ്റിയിൽ അവർ ജയ് ശ്രീറാമ എന്ന് ഈ ഇരുമ്പ് ചട്ടകം കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ശ്രീരാമൻ ഉള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ശ്രീരാമനെ ഞങ്ങൾ കണ്ടിട്ടുള്ള ത്യാഗത്തിന് വേണ്ടിയിട്ടാണ്, ഒരു വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വനവാസത്തിന് പോകുന്നത്. തിരിച്ചവിടെ ഭരണം കൊടുത്തുള്ള ഭരതനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിംഹാസനത്തിലിരിക്കുന്നില്ല, ജ്യേഷ്ഠൻ്റെ പാതുകം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് ഭരിക്കുന്നത്. സീത എന്ന് പറയുന്ന ഒരു പരിത്യാഗി. ഇങ്ങനെയുള്ള വാൽമീകി മഹർഷി പോലും പറഞ്ഞിട്ടുള്ളത് മാ നിഷാദ എന്നാണല്ലോ. അപ്പോൾ ഒരു ക്രൗഞ്ചപ്പക്ഷിയെപ്പോലും അമ്പെയ്ത് വീഴ്ത്തുന്നതിനെ അരുത് കാട്ടാള എന്ന് വിളിച്ച ഒരാളുടെ സൃഷ്ടിയിൽ വന്നിട്ടുള്ള ശ്രീരാമൻ, ആ ശ്രീരാമൻ എങ്ങനെയാണ് കൊലയ്ക്കും കൊള്ളിവെപ്പിനും വംശീയ ഉന്മൂലനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലെ വിശ്വാസികൾ ആലോചിക്കേണ്ട കാര്യം. പക്ഷെ സാധികലി തങ്ങളുടെ ആ സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രത്യേകിച്ചും രാമൻ ഒരു എല്ലാവർക്കും എല്ലാവരെയും ഒത്തിണക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് എന്താ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ലീഗിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സാദിഖലി തങ്ങൾ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പ്രവാചകനെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെ ഏറ്റവും വലിയ
പണ്ഡിതന്മാരും മറ്റു എല്ലാ മതങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. അപ്പോൾ നിങ്ങളുടെ മതത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതല്ല, അത് ഞാൻ പറയുന്നത് ലീഗിൻ്റെ നിലപാട് ലീഗാണല്ലോ തീരുമാനിക്കേണ്ടത്. ലീഗിന് മറ്റുള്ളവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നിലപാടിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും മറ്റു പ്രസ്ഥാനവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. ലീഗ് എന്നും എടുത്തിട്ടുള്ള ഒരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മതങ്ങളെ ഒരിക്കലും സ്പർദ്ധയോടെ കാണരുത് എന്നുള്ള. സത്യത്തിൽ എന്തായിരുന്നു സാദിഖ് അലി തങ്ങൾ പറയേണ്ടിയിരുന്നത്? ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ഡിവിസീവ് ഫോഴ്സാണെന്നാണോ ഈ മുഹൂർത്തത്തിൽ പറയേണ്ടത്? ശ്രീരാമക്ഷേത്രമുണ്ടാക്കി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ BJPയെ നമുക്ക് ആ അർത്ഥത്തിൽ വിമർശിക്കുകയും ചെയ്യാം. പിന്നെ അതിനെ ശങ്കരാചാര്യന്മാർ അടക്കം അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർത്തീകരിക്കാത്ത ഒരു ക്ഷേത്രത്തിനെ എന്തിനാണ് ധൃതി പിടിച്ച്? അതെല്ലാം സാദിഖ് അലി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസും മുഴുവൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മുറിച്ച് കളഞ്ഞതാണ്. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് മറുപടി പറഞ്ഞുകൊണ്ട് എന്നാൽ ശ്രീരാമൻ എന്ന് പറയുന്നത് BJPയുടേതല്ല, അത് ഇന്ത്യയിലെ ശ്രീരാമനിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള വിശ്വാസികളുടേതാണ്. അതുകൊണ്ട് ആ വിശ്വാസികളുടെ ശ്രീരാമനെ ഞങ്ങൾ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഇല്ല എന്ന് മാത്രമാണ് സാദിഖ് അലി തങ്ങളുടെ മെസ്സേജ്. ആ മെസ്സേജിനെ ഇപ്പോൾ ഇവിടെ തന്നെ വളരെ തീവ്രമായി ഇതിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെയും ആളുകളുണ്ട്. അവർക്കൊന്നും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഈ പാർട്ടിക്ക് നിന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. മറ്റ് സംഘടനകളിൽ പ്രശ്നത്തെ ലീഗിനെതിരെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനമായുള്ള CPM ആണ്. CPM ആണ് പറയുന്നത് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വളരെ ഒരു ഒത്തുതീർപ്പിൻ്റെ മാപ്പുസാക്ഷിയാവുന്നതിൻ്റെ ഒക്കെ ഒരു ചിത്രമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുസ്ലിം സെൻറ്റിമെൻറ്റിനെ തന്നെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇടതുപക്ഷമാണ് ഇതിൽ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ടുള്ളത്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് ഈ കാര്യത്തിൽ? ഇടതുപക്ഷം നമുക്കവിടെ ബാബരി മസ്ജിദ് പണിത് തരുമോ? ഇല്ലല്ലോ. ഇടതുപക്ഷം പിന്തുണച്ച VP സിംഗ് ഭരിക്കുന്ന സമയത്താണ് ആദ്യമായി ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടത്തിന് മുകളിൽ കർഷകർ കയറിയത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവർ പിന്നീട് പിന്നെ കോൺഗ്രസിനെയും എല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. പക്ഷെ ആദ്യം ആ താഴികക്കുടത്തിൽ കയറിയത് മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന BJPയും സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ VP സിംഗ് ഭരിക്കുന്ന സമയത്താണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് വാരിക്കോരി അവരിങ്ങനെ ഇത് തരും കേട്ടോ. പാലസ്തീൻ്റെ വിഷയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് 5 ടീസ്പൂണും ഞങ്ങളുടെ പ്രസ്താവന RSS എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തൊട്ടാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഇങ്ങനെ വൈകാരികത ഉണ്ടാക്കി ഈ സമുദായത്തെ. പണ്ട് EMS അങ്ങനെ തന്നെയായിരുന്നു. സദ്ദാം ഹുസൈൻ, എല്ലാവരും വിചാരിച്ചു സദ്ദാം ഹുസൈൻ്റെ അനുയായികളാണ് ഇവിടെയുള്ളത്. അദ്ദേഹം സദ്ദാം ഹുസൈന് വീണ്ടും പിന്തുണ കൊടുത്തു. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നതിൻ്റെ ഒരു വൈകാരികതയിൽ നിൽക്കുന്ന ഒരു സമുദായമല്ലല്ലോ ഇത്. അങ്ങനെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ അവിടെ പങ്കെടുക്കില്ല. അതാദ്യം എന്നാൽ കോൺഗ്രസ് പങ്കെടുക്കുകയോ ഇല്ലേ എന്നുള്ള തീരുമാനം അവർ എടുത്തിട്ടില്ല. അതിന് മുമ്പ് കോൺഗ്രസ് എന്തുകൊണ്ട് എടുക്കുന്നില്ല? കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന്
ഇവിടെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ അവിടെ ഒരാളും ഇവിടെ ഒരാളും വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രസ്താവന ഇറക്കാം. മറ്റങ്ങനെയല്ലല്ലോ. അവർക്ക് ധാരാളം കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ട്. ആ കൺസൾട്ടേഷൻസൊക്കെ കഴിഞ്ഞ് അവർ കൃത്യമായൊരു നിലപാടെടുത്തല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ വൈകാരികമായി ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കിയതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി റൂട്ടിൽ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്താ ചെയ്തത്? പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്നത്ര സിമ്പിൾ, അത്ര ഒരു ലഘുവായ കാര്യമല്ല. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് തുടങ്ങി കഴിഞ്ഞ ഒരു 10 വർഷം ഞാൻ പറയുന്നത് ഫലസ്തീൻ ഇഷ്യൂ ആണെങ്കിലും അയോധ്യ ഇഷ്യൂലാണെങ്കിലും മൈനോറിറ്റീസിന്റെ ഒരു ട്രസ്റ്റ് നേടാനായിട്ട് ലെഫ്റ്റിന് CPM പ്രത്യേകിച്ചും പറ്റിയിട്ടുണ്ട്. അതേസമയം അതാണ് ഞാൻ ട്രസ്റ്റ് ലീഗിന്റെ കൂടെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ആണ്. അതല്ല ഞാൻ പറയുന്നത്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കാൻ അവർ ഈ പറയുന്നത് ഞാൻ പറയുന്നല്ലോ, CAയുടെ വിഷയത്തിൽ ഞങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ CAക്ക് വേണ്ടി ഞങ്ങളും സമരം ചെയ്തിരുന്നു. ഞങ്ങളുടെ പേരിൽ ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള കേസ്, അത് ഒറ്റ ഓർഗനൈസേഷൻ്റെ പേരിൽ മാത്രമാണ് കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെന്താ ചെയ്തത്? CAയുടെ കാര്യത്തിൽ ഞങ്ങളിവിടെ എന്തെങ്കിലും വലിയ കലാപമുണ്ടാക്കിയോ? മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത സമരം പോലെ തന്നെ ഞങ്ങളും സമരം ചെയ്തു. അപ്പം ഞങ്ങളുടെ പേരിൽ, എന്നിട്ട് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു അങ്ങനൊരു കേസ് ആരുടെ പേരിലും ഇല്ല. പക്ഷേ ഞങ്ങളുടെ പല ആളുകളും ഫൈൻ കെട്ടിയിട്ടാണ് അവസാനം പുറത്തിറങ്ങിയത്. അപ്പോൾ CA എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ശരി, ഞങ്ങളുടെ സ്റ്റേറ്റ് ആ കാര്യത്തിൽ ഒരുമിച്ചാണ്, അതിൽ സമരം ചെയ്തവരുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറയുന്നതിന് പകരം അവിടെ എന്താ ഒരു വിവേചനം? അതാണ് ഞങ്ങളുടെ സംശയം ഞങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം. അതാണ് പാലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വലിയൊരു റാലി നടന്നു. അവിടെ നെതന്യാഹു ചർച്ചാ വിഷയമായിട്ടില്ല. അവിടുത്തെ കൂട്ടക്കൊലയെക്കുറിച്ചല്ല അവർ ചർച്ച ചെയ്തത്. കോൺഗ്രസിൻ്റെ ഇതിൽ നിലപാടെന്താണെന്ന് മാത്രമാണ് പിണറായി വിജയൻ്റെ പ്രസംഗം ഉണ്ടായത്. അപ്പോൾ അന്നത്തെ അവരുടെ പലസ്തീൻ സമ്മേളനം നെതന്യാഹുവിനെതിരെയായിരുന്നോ, ഇസ്രായേലിനെതിരെയായിരുന്നോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയായിരുന്നു? അപ്പോൾ പൊളിറ്റിക്സ് അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇതെല്ലാം വിഷയങ്ങളാണെന്ന്. ആ വിഷയങ്ങളിൽ സിൻസിയറാണെങ്കിൽ നമ്മൾ അവിടെ സംസാരിക്കേണ്ടത് ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് അല്ല. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ വിസ്ഡത്തിൻ്റെ ഒരു ലേഖനം ലഘുലേഖ വിതരണം ചെയ്യുന്നത് RSS ആണ് അവരെ അടിക്കുന്നത്. RSS അടിച്ചു, എന്നിട്ട് പോലീസ് സ്റ്റേഷൻ വരെ അവരെ എത്തിച്ചു. അപ്പോൾ ഈ വിഷയം ഞാൻ ചോദിച്ചു നിയമസഭയിൽ. അപ്പം ഞാനത് മുഴുവൻ വായിച്ചു. അത് നോക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ തീവ്രവാദ ചിന്തകൾക്കെതിരെയുള്ള ഒരു നോട്ടീസ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞത്, ഇങ്ങനത്തെ നോട്ടീസുകൾ RSSന് വളരാൻ വഴിമരുന്നിട്ട് കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ RSS നിയമം കയ്യിലെടുത്ത് ഇവരെ പോലീസ് പിടിച്ചോട്ടെ. പോലീസിൽ ഈ പറയുന്ന ലഘുലേഖയിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലീസിനെ പിടിക്കാം, പോലീസിന് അതിൻ്റെ പേരിൽ ചാർജ് ചെയ്യാം. പക്ഷെ RSSനെ ആരാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്? അപ്പം നമ്മൾ പറയുമ്പോഴും പറയുന്നതിൻ്റെ ഉൾക്കാമ്പ് നമ്മൾ നോക്കുമല്ലോ. ഇപ്പം ഞാൻ പറയാം, ഈ മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ സാധാരണ അതിന് മുമ്പുള്ള മുഖ്യമന്ത്രിയെ നമ്മൾ ക്ഷണിക്കും. പൊളിറ്റിക്കലി വിളിച്ചില്ല നോക്കാം. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല. അപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മാത്രമാണ് പോകുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം അത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം.
പക്ഷെ അവിടെ ഒരു ഗവൺമെൻറ് സ്ട്രീറ്റ് കാറിൽ ഒരാൾ വന്നിറങ്ങും. ആരാണ്? കുമ്മനം രാജശേഖരൻ. അതേ കമ്പാർട്ട്മെൻറ്റിൽ ഇവരുടെ ഇടയിൽ അദ്ദേഹം ഇരിക്കുന്നു. കുമ്മനം രാജശേഖരനും മെട്രോ റെയിലും തമ്മിലുള്ള ബന്ധം എന്താണ്? കുമ്മനം രാജശേഖരനും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊന്നും ഉച്ചത്തിൽ പറയാൻ എന്തുകൊണ്ട് പിണറായിക്ക് സാധിക്കുന്നില്ല? അപ്പോൾ പിണറായി എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞു, പോലീസിനകത്ത് തത്വമസി എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊണ്ടിട്ടുണ്ട്. ആ സംഘടനയ്ക്ക് പുറത്ത് കന്യാകുമാരിയിൽ അവരൊരു ശിബിരം നടത്തിയപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അതിൽ പങ്കെടുത്തു. ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ഇതിന് മറുപടി തരണം, ഇത് ശരിയാണോ അല്ലേ എന്നെങ്കിലും പറയണം. അദ്ദേഹം ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അവസാനം പോയി ആലപ്പുഴയിൽ അവരുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, പോലീസിൽ മാത്രമല്ല അധ്യാപകരിലും RSSൻ്റെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ സമ്മതത്തോടു കൂടിയാണ് എന്നൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. താങ്കൾ പറഞ്ഞു പിണറായി വിജയനും RSS അല്ലെങ്കിൽ BJP തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പുണ്ടെന്നാണോ? അല്ല, ഞാൻ സ്വാഭാവികമായ സംശയങ്ങളാണ്. ഇത് ഞാൻ പറയുന്നതല്ലല്ലോ. ഞാൻ ഉയർത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വസ്തുതയാണല്ലോ. അപ്പോൾ അദ്ദേഹമാണ് അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ല. ഇന്ത്യയിൽ കോൺഗ്രസും BJPയുമായി മുഖാമുഖം പൊരുതുന്ന സംഘടന ഏതാണ്? നേരിട്ട് മത്സരിക്കുന്ന ആരാണ്? കോൺഗ്രസ് ആണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്സിന് പകരം വെക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ അത് കേരളത്തിലെ മാത്രം വിഷയമാണ്. ഇന്ത്യയിൽ കോൺഗ്രസ്സിന് മൊത്തത്തിൽ പകരം വെക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയുമോ? അവരുള്ള പശ്ചിമ ബംഗാളിൽ നിന്ന് പോയി, അവർ ത്രിപുരയിൽ നിന്നും പോയി, എല്ലാം പോയി. അവിടെയെല്ലാം BJPയിലേക്ക് പോയിട്ടുള്ളത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ്. അവിടുത്തെ പ്രാദേശിക നേതാക്കൾ അവരുടെ ഓഫീസ് പോലും ചിലതൊക്കെ പിന്നെ നേരെ കാവി അടിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് BJP ഓഫീസുകളായി മാറി. ചില സ്ഥലത്ത് വാടക കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യയിൽ BJPയെ നേരിടുന്ന ഒരു പ്രസ്ഥാനമായി മാറുന്നത്? അപ്പോൾ അവർക്ക് അതിനുള്ള ശക്തി ഇല്ല എന്നുള്ളതാണല്ലോ ശരി. അതേസമയം കോൺഗ്രസ്, ഞാൻ പറയുന്ന കോൺഗ്രസ് നമ്മൾ മൃദു ഹിന്ദുത്വ എന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സാണ് ചില ശക്തമായ നിലപാടുകൾ ചില സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നിയമസഭയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നോക്ക ജാതിയല്ല, എല്ലാ ജാതികളുടെയും സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, ഉദ്യോഗ അവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കണം എന്ന് തിരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അത് ഏതെല്ലാം സ്റ്റേറ്റുകളിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് അത് എടുത്തു എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അതായിരുന്നു കറക്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ BJP എന്താ ചെയ്യുന്നത്? BJP ഈ രാമക്ഷേത്രം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ച് ഏകീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ഹിന്ദുത്വ ഏകീകരണം ആണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള സൊസൈറ്റിയിലെ എക്സ്ട്രീം വിശ്വാസം, അതായത് ഫണ്ടമെന്റലിസം
കൂടുതലായിട്ട് വരികയാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിന് കേരളത്തിൽ വേരുകളുണ്ട് എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് പറയുന്നു. പലരും ഇവിടുന്ന് അത്തരം തെളിവുകൾ പുറത്തു വരുന്നു. ചിലർ ISIS-ലേക്ക് ജോയിൻ ചെയ്തതായിട്ട് കിട്ടുന്നു. കേരള സൊസൈറ്റിയിലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഫണ്ടമെൻ്റൽസ് എല്ലാറ്റിലും ഉണ്ട്, ഇസ്ലാമിൽ മാത്രമല്ല. ഇസ്ലാം എന്ന് പറയുമ്പം നമ്മൾ ഒരു ലോകത്ത് മുഴുവൻ ഒരു ഇസ്ലാമോഫോബിയ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാം നമ്മൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതേ എക്സ്ട്രീമിസം അല്ലേ VHPയും അതുപോലെ തന്നെ പിന്നെ ബജറംഗ് ദളും ഒക്കെ എടുക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അതിതീവ്രമായി ചിന്തിക്കുന്ന പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ വിവിധ മതങ്ങൾക്കെതിരെയാണ് സംസാരിക്കുക. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നതാണ്. അതിനായിട്ട് കുറേ യൂട്യൂബ് ചാനലുകൾ തന്നെ ഉണ്ട്. നിൻ്റെ വിശ്വാസത്തെ ഞാൻ എങ്ങനെ എതിർക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഉള്ള സാധനങ്ങളുണ്ട്. അത് ഇസ്ലാമിനകത്ത് ഒരു വലിയ വിഭാഗം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനെ ശരിക്കും ചെറുക്കുന്നത് ഓരോ കമ്മ്യൂണിറ്റിയിലെയും ഓരോന്നിനെയും ചെറുക്കുന്നത് അതാത് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ എക്സ്ട്രീം എലമെൻറ്റിനെ നിന്നും ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ശരി, അതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ മിതവാദികളായിട്ടുള്ള ആൾക്കാർ. അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള എക്സ്ട്രീമിസത്തിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇതിനകത്തുള്ള വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, നല്ല രീതിയിൽ മതങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതേ മതത്തിലുള്ളവർ തന്നെയാണ് ശരിക്കും അതിനെ ചെറുക്കുന്നത്. ഇയാമ സാഹിബാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്, വി വിൽ ഫൈറ്റ് ടൂത്ത് ആൻഡ് നെയിൽ ദി ISIS. ഞങ്ങളുടെ പോളിസിയാണ് എന്ന് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് അതിനകത്ത് പറഞ്ഞു. അപ്പം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു സാധനം അതാണ്. മറ്റുള്ളവൻ്റെ നമുക്ക് നമ്മളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, പക്ഷെ വേറൊരാളോട്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കയറി ഇടപെടാൻ പാടില്ല. ഇതിനകത്ത് തന്നെ എക്സ്ട്രീമിസം, ശരിക്കും എക്സ്ട്രീം എലമെൻറ്റ്സ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യുക മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിമിനെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ കൊല്ലുന്നവരാണ്. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ആസിഡ് എറിയുന്നതും മറ്റതൊക്കെ അവിടുത്തെ സ്ത്രീകൾക്കെതിരെ ഏറ്റവും ആക്രമണം നടത്തുന്നത് മുസ്ലിം സ്ത്രീകൾക്കെതിരെയാണ് ഈ എക്സ്ട്രീം എലമെൻറ്റ്സ് എന്നും പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചേർക്കുന്ന ഇതിനകത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഒന്ന് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് വേറൊരു പദമാണ്. ശരിക്കും ഫണ്ടമെൻ്റലിസം ശരിക്കും ഇവാഞ്ചലിക്കൽസ്, പഴയ ഇവാഞ്ചലിക്കൽസ് അവരാണ് ആദ്യം ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നവർ. ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദമനുസരിച്ചും തത്വങ്ങളനുസരിച്ചും മാത്രം ജീവിക്കുക എന്ന് പറയുന്നത്. പിന്നെ അവരിന് ആ പദം നെഗറ്റീവ് കൊണോട്ടേഷൻ വരുന്നെന്ന് കണ്ടിട്ട് മാറ്റി ഇവാഞ്ചലിക്കൽസായി മാറി. അതിപ്പോൾ ആ പദം ഇപ്പോൾ എല്ലാവരുടെ പേരിലും ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. ശരി, ഫണ്ടമെൻ്റൽസിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിൻ്റെ ഫണ്ടമെൻ്റൽസ്, ഹിന്ദു കമ്മ്യൂണിറ്റി അവരുടെ ഫണ്ടമെൻ്റൽ, ഇത് എക്സ്ട്രീമിസത്തിലേക്ക് വരുന്ന സമയത്താണ് എൻ്റെ ഫണ്ടമെൻ്റൽസ് തൊട്ട് കളിക്കരുത്, മാത്രമല്ല നീ ഇവിടെ എൻ്റെ ഫണ്ടമെൻ്റൽസ് അനുസരിച്ച് നീ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം
പുസ്തകം സംഘപരിവാറിനെ കുറിച്ച് പുസ്തകം എഴുതി. മുമ്പ് എഴുതിയിരുന്നു. സംഘപരിവാർ എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ ISIS-നെതിരെ എഴുതിയിട്ടുണ്ട്. ഒലിവിന്റെ ഒരു 6 പുസ്തകങ്ങളുടെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അതെ. ഞാൻ ഈ ഇതുണ്ടല്ലോ താലിബാനിസത്തിനെതിരെ ഒക്കെ എഴുതിയിട്ടുള്ള. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇപ്പം താലിബാൻ, അന്ന് നമ്മൾ താലിബാനെതിരെ ഇഷ്ടം പോലെ എഴുതിയിട്ടുള്ള, കാരണം അത് കഞ്ചാവ് കൃഷി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ആയുധങ്ങൾ ഉണ്ടാക്കിയതൊക്കെ, കഞ്ചാവ് കൃഷി നടത്തിയിട്ടൊക്കെ. പക്ഷെ അവർ രാജ്യം ഭരിക്കാൻ തുടങ്ങി, ലോകത്തുള്ള പല രാജ്യങ്ങളും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, താലിബാൻ ഭരണകൂടത്തെ. അവരുടെ എംബസികൾ പല സ്ഥലത്തും. ഞാൻ ആലോചിക്കുന്നത് ഇത് കുറച്ച് കാലം കഴിയുമ്പം ഇങ്ങനെയാണല്ലോ ഇവർക്കൊക്കെ ലെജിറ്റിമസി കിട്ടുന്നത്. ഹമാസ് ഇനി കുറച്ച് കഴിഞ്ഞ് ഹമാസുമായിട്ടാണല്ലോ നെതന്യാഹു ഡിസ്കഷൻ നടത്തുന്നത്. പലസ്തീന അവിടെ PLO എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അവർ അതോറിറ്റി അവിടെ ഭരിക്കുന്നുണ്ട്, അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഹമാസ് ശരിക്കും ആ ഒരു കോസിനെ വീക്കൻ ചെയ്യില്ല. ഏത്? ഹമാസിന്റെ ഇപ്പോഴത്തെ ഇത് അല്ല, ഞാൻ പറയുന്നത് ഈ അതിലെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ആ ഗാസയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇവർക്ക് വോട്ട് ചെയ്തു. അല്ല, പുള്ളി പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 90% അദ്ദേഹം പലസ്തീൻ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അവരടിച്ചപ്പോൾ ആണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്നുള്ളൊരു സാധനമാണ് പറഞ്ഞത്. തരൂരിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് as a leader, കോൺഗ്രസ് ലീഡർ? തരൂർ നല്ല സ്റ്റഫുള്ള ഒരാളല്ലേ, ശരിക്കും ഒരു നാഷണൽ ലീഡറാണ് അദ്ദേഹം. നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നാണ് അതൊന്നും നമ്മൾ പറയണ്ടല്ല. കോൺഗ്രസിനകത്ത്. അല്ല, ആസ് എ ലീഡർ ഈസ് വെരി എഫിഷ്യൻറ്റ്. ഈസ് എ നാഷണൽ ഫിഗറാണല്ലോ, ഇൻ്റർനാഷണൽ ഫിഗറാണ്. ശരിയാ ഇൻ്റർനാഷണൽ ഫിഗറാണ്. അല്ലേ, കോൺഗ്രസിന്റെ റിവൈവലിന് തരൂർ വരണം എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് തന്നെ ഒരു വാദമുണ്ട്. അത് പക്ഷെ അവർ തീരുമാനിക്കേണ്ടതാണ്, അവരുടെ ലീഡർ ആരാന്ന് അവരാ തീരുമാനിക്കും. നേരത്തെ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ പ്രോസ്പെക്ട്സ്, ഇന്ത്യ മുന്നണിയുടെ നാഷണൽ ലെവൽ പ്രോസ്പെക്ട്സ്, ഇന്ത്യ മുന്നണി ആ എന്താണ് സാധ്യതകൾ എന്താണെന്ന്? അല്ല, ഇന്ത്യ മുന്നണി ഇപ്പം നിതീഷ് കുമാർ പോയി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് വീണ്ടും ശക്തിപ്പെട്ടു വരും. ഇന്ത്യ മുന്നണി ഇനിയും ശക്തിപ്പെട്ടു വരും. അതൊന്നുമല്ല, അതിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനൊന്നും പറ്റില്ല. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ നടന്നല്ലോ, നമ്മളതിനെ ശരിക്കും ക്രിട്ടിക്കലി പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ വീക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഇതിൽ 3 സ്റ്റേറ്റ് മാത്രം എടുക്കുകയാണെന്ന് വെച്ചുള്ളൂ, ചെറിയ ഡിഫറൻസിൽ കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് ഷെയർ ഉണ്ട്, ആന്ധ്രയും ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ. 5 സ്റ്റേറ്റ് വരുന്ന സമയത്ത് അവരുടെ ഡിഫറൻസ് വെരി നാരോ മാർജിനിലാണ് ഡിഫറൻസാണ്. അത് ഇന്ത്യ മുന്നണി ഇല്ലാതെ ആണ് പല സ്ഥലത്തും മത്സരിച്ചത്. ശരിക്കും ഒരു ഇന്ത്യ മുന്നണി എന്ന് ശരിക്കും എന്തിനാണ് നിതീഷ് കുമാറിനെ പിന്നെ BJP കൊണ്ടുവന്നത്? സോ ദേ ആർ അഫ്രെയ്ഡ് ഓഫ് കമ്മിങ് ഇലക്ഷൻ. അല്ലെങ്കിൽ എന്തിനാണ് നിതീഷ് കുമാറിന് അവർക്ക് ആവശ്യം? IUML നേതാക്കൾ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. കാരണം എല്ലാ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സും കാണുന്നത് നാഷണൽ ലെവലിൽ മോഡിയും കേരളത്തിലെ പിണറായിയും ഭയങ്കര സ്ട്രോങ് വിക്കറ്റിലാണെന്നാണ് കരുതുന്നത്. ഞാൻ പറയട്ടെ, പിന്നെ മോദി വരും എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ, ഞാൻ പറയുന്നത് ഇറ്റ്സ് എ പെയ്ഡ് പ്രൊപ്പഗാൻഡ. ഇനി കുറേ ഇപ്പം പിന്നെ പോളുകൾ വരും, സർവേകൾ വരും, സർവേയിലൊക്കെ BJP
മുന്നിലാണെന്ന് പറയുന്ന സർവേ വരും. അതെല്ലാം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് വോട്ടിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതിവിടെ ഉണ്ടാവും. കാരണം ഭരിക്കുന്നവരുടെ കയ്യിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് അവരുടെ കയ്യിലല്ലേ എല്ലാ റിസോഴ്സസും ഉള്ളത്. എന്ത് നമ്മുടെ ഒരു അസസ്മെന്റ് എന്താ 2004 ആവർത്തിക്കും? ഇവിടെ 2024 സംഭവിച്ചതുപോലെ മുഴുവൻ തിരിഞ്ഞു വരും. ഇവിടെയൊക്കെ കേരളത്തിലാണ് അല്ല, ലോക്സഭയിൽ മാറ്റം വരും. പക്ഷെ കോൺഗ്രസ് ഒറ്റക്ക് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യ മുന്നണി വരുമെന്നാണോ? ഇന്ത്യ മുന്നണി പല സ്ഥലത്തു നിന്നുള്ള ഇപ്പം ചില ഇവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വേറെ മത്സരിക്കുകയും എന്നിട്ടിത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ അങ്ങനെയുണ്ട്. ചിലവർ അവരുടെ സ്ട്രെങ്ത് നോക്കിയിട്ട് വരും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണിയുടെ ഫോർമേഷനിലേക്ക് വരും. കേരളത്തിൽ എങ്ങനെ യുഡിഎഫിന്റെ പ്രോസ്പെക്ട്സ്? യു ഡി എഫിന് നല്ല സാധ്യത. സീറ്റിൻ്റെ കണക്കൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടില്ല. എങ്കിലും UDF ഗവൺമെൻറ് വരും. പാർലമെൻറ്റിൽ UDF ഇതേ 19 തന്നെ നിൽക്കും. നമ്മുടെ എൻറ്റയർ കോൺവെർസേഷനിൽ ഡോക്ടർ എം കെ മുനീർ പറയുന്ന മുഴുവൻ CPM-നെതിരെയാണ്, BJP-ക്കെതിരെ ഒന്നും പറയുന്നില്ല. BJP അല്ലേ ഞാൻ പറഞ്ഞത്. BJP അയ്യോ ശരി, BJP-ക്കെതിരെ ബുക്ക് ചെയ്ത ആളാ ഞാൻ. അല്ല, ഇവിടുത്തെ ഒരു BJP പൊളിറ്റിക്സിനെ പറ്റി സാർ, കാരണം ഇവിടുത്തെ BJP-ക്ക് യാതൊരു, അവർ ശരിക്കും ഞങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലുമൊക്കെ ഇവർ അന്തർധാര ഉണ്ടാക്കുമോ നോക്കിയാൽ മതി CPM ആയിട്ട്. കാരണം ഇവിടെ അവർക്ക് കോൺഗ്രസിൻ്റെ നമ്പേഴ്സ് കുറക്കുക എന്നുള്ളതേ അവരുടെ കാര്യമുള്ളൂ. CPM അവിടെ പോയതുകൊണ്ട് അവർക്കൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ നമ്പർ കുറക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJP-യുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടേതും കോൺഗ്രസ് മുക്ത കേരളമാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരേ തിയറിയല്ലേ. ത്രട്ടതൊന്നുമില്ല. ഇത് വോട്ട് അവസാനം ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളാണല്ലോ ചെയ്യേണ്ടത്. നമ്മൾ പാലക്കാട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJP-യെ നേരിട്ട് തോൽപ്പിച്ചിട്ട് മുഴുവൻ UDF അല്ലേ? മഞ്ചേശ്വരം സെക്കൻഡ് പ്ലേസിലാണ് BJP. കാസർഗോഡ്, പാലക്കാട്, അങ്ങനെ നമ്മൾ തിരുവനന്തപുരം. എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചെയ്യുമോ? അവരുടെ വോട്ടൊന്നും, ആ വോട്ടിൻ്റെ കണക്കൊക്കെ അറിയാതെ. എവിടെയൊക്കെ? തിരുവനന്തപുരം, ഏത് ലോക്സഭ അതൊക്കെ എനിക്ക് തോന്നുന്നു. തൃശ്ശൂരൊക്കെ നമ്മൾ എന്തിനു പറഞ്ഞാലും അവിടെ ഒരു ഭയങ്കരമായ, തൃശ്ശൂരും ട്രിവാൻഡ്രത്തും ഒന്നും അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. നിയമസഭയിൽ ഒരിക്കൽ അത് O രാജഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം തോറ്റ് അവർക്ക് സങ്കടം തോന്നിയിട്ട് ജയിപ്പിച്ച. പുള്ളി വന്നിട്ട് പുള്ളി ഏത് മുന്നണിയിലാന്ന് തന്നെ പുള്ളിക്ക് മനസ്സിലാവാതെ പുള്ളി സ്പീക്കർക്ക് വോട്ടൊക്കെ ചെയ്ത് പുള്ളി ഒരു ശുദ്ധഗതിക്കാരനാണ്.
അല്ല, ഞാൻ പറയുന്നത് വിശ്വാസപരമായി ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാളുടെ വിശ്വാസത്തെ മറ്റൊരാളുടെ വിശ്വാസത്തിൽ അടിച്ചേൽപ്പിക്കാനൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങൾ നിർബന്ധമായി നിസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വേറെ. അതേസമയം നമ്മളൊരു ഒരു ബഹുസ്വര സമൂഹമാണല്ലോ. ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇസ്ലാം തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സുദൃഢമായിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ചെന്നു, ഞാൻ ക്രിസ്മസിന് അവരെനിക്കൊരു കേക്ക് തന്നു. ഞാൻ ആ കേക്ക് തിന്നു കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണ് എൻ്റെ വിശ്വാസമെങ്കിൽ അത്രയും ദുർബലമായൊരു വിശ്വാസമായി പോയില്ല എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളും അത് ഒരു ഡയറക്റ്റ് കണക്ഷനാണല്ലോ. അത് നമ്മൾ ഈ പ്രകടനത്തിലൊന്നും പോകുന്നതല്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്നെ ഓണത്തിന് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും വിളിക്കാറുണ്ട്. എല്ലാ ഓണത്തിനും ഞാൻ ഒന്നുകിൽ VM മീനു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പണ്ട് ഡോക്ടർ വേണമുള്ള സമയത്ത് അവിടെ പോകും. അവിടെ ഇഞ്ചിപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതിന് ഞാൻ പോയതുകൊണ്ട് ഞാൻ മതത്തിന് പുറത്തായി ആവുന്നില്ലല്ലോ. കാരണം നമ്മൾ പല കല്യാണത്തിനും പോകുന്നില്ലേ, ഹിന്ദു കല്യാണത്തിന് നമ്മൾ പോകുന്ന സമയത്ത് ഇത് കഴിഞ്ഞോടെ സദ്യയല്ലേ, നമ്മൾ കാത്തിരിക്കുന്നതിനാണല്ലോ. കഴിഞ്ഞ നേരം നമ്മൾ സദ്യയിലേക്ക് കിടക്കുമല്ലോ. ആ സദ്യ കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റുമോ? അതേസമയം നമ്മൾ നോയമ്പ് അപ്പോൾ എല്ലാവരും വരണം എന്ന് പറയും. ഇഫ്താർ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും വന്ന് കഴിക്കണമൊക്കെ നിർബന്ധം. അപ്പോൾ രണ്ട് യുക്തി പാടില്ലല്ലോ. ഞങ്ങളുണ്ടാക്കുന്നത് കഴിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് നോയമ്പ് തുറഞ്ഞ് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് അടുത്ത വിഭവം അതിലെല്ലാവരും നമ്മൾ ക്ഷണിക്കാറുണ്ടല്ലോ, എല്ലാ മതവിഭാഗത്തെ വെച്ച്. എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നമ്മളും പഠിച്ചിട്ടുണ്ടല്ലോ മതം. അതിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നത് വിരുദ്ധമായൊരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല.